ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഒരു സമയമാണ്. വീട്ടിൽ എത്തി കാറ് പാർക്ക് ചെയ്ത് ഇരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് മറ്റ് രാജ്യങ്ങളിൽ പോകുന്ന നഴ്സസിൻ്റെ അവസ്ഥയെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. എന്നാൽ പോലും അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റേതായ ഒരു വേർഷനിൽ പറയുകയാണ്. എങ്ങനെയാണ് ഒരു മലയാളി നഴ്സിൻ്റെ ജീവിതം, അയർലൻഡിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്. എങ്ങനെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്, എങ്ങനെയാണ് നമ്മൾ വീട് മേടിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് മറ്റു കാര്യങ്ങളൊക്കെ എന്ന് അറിയാനായിട്ട് ക്യൂരിയോസിറ്റി ഉള്ള കുറേ ആളുകൾ കാണുമല്ലോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മക്കളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നേഴ്സായിട്ട് നമ്മൾ ഒരു യൂറോപ്യൻ കൺട്രിയിലോട്ട് US, കാനഡ എന്നീ സ്ഥലങ്ങളിലോട്ടെല്ലാം നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പോകുവാനായിട്ട് നല്ല കടമ്പകൾ കടന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗൾഫിലേക്കെല്ലാം നഴ്സിംഗ് ജോലിക്ക് പോകുന്ന പോലെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സേ അല്ല നമ്മൾക്ക് ഇങ്ങനെയുള്ള കൺട്രികളിലേക്ക് വരുമ്പോൾ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി OET എല്ലാം കംപ്ലീറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ഇവിടെ അയർലൻഡിലെ ഡിസിഷൻ ലെറ്റർ അതിനുവേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു വലിയൊരു കടമ കടന്നാണ് നമ്മളിവിടെ എത്തുന്നത്. നമ്മൾ പണ്ട് പഠിച്ചതും വർക്ക് ചെയ്തതുമായ ഹോസ്പിറ്റലിൽ, നഴ്സിംഗ് കോളേജ്, അവിടെയെല്ലാം പോയി നമ്മൾ സർട്ടിഫിക്കറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ എല്ലാം ഇവർക്ക് അത് എല്ലാം കൺവിൻസ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടുന്നത്. അപ്പം ഡിസിഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ജോബിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അത് ഏജൻസി വഴിക്കെല്ലാം ജോലിക്കായി അപ്ലൈ ചെയ്ത് ജോലി കിട്ടി നമ്മൾ അയർലൻഡിലേക്ക് വരുമ്പോഴാണെങ്കിലോ നമുക്കിവിടെ വരുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു മഹാകടമ്പയും കടക്കേണ്ടതായിട്ട് വരും. ആക്ച്വലി ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു എക്സാമാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഓൾറെഡി കുറേ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ആ ബേസിക്കിലേക്ക് എത്തിപ്പെടാനായിട്ട് പണ്ടവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ സിമ്പിളാണ്, ബട്ട് എന്നാൽ ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ എക്സാംസ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും അതിനൊരു സ്ട്രക്ചറുണ്ട്. ആ എക്സാമിന് ഓസ്കി ആയിട്ടുള്ള അതിനൊരു സ്ട്രക്ചറുണ്ട്. അപ്പോൾ ആ എക്സാമിന് എല്ലാ എക്സാമിലും തന്നെ ഒരു 4-5 പേര് ഫെയിലാകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ അവർ കൊടുക്കും. ആ എക്സാം ഫെയിലാകുന്നവർക്ക് 1 more ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അപ്പോൾ അത് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒരു ഓപ്ഷനുമില്ല. അവർ അയർലൻഡിൽ നിന്ന് അവർ തിരിച്ചു പോവുകയേ നിവൃത്തിയുള്ളൂ. കാരണം അവർ OET എഴുതിയതോ അവർക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടിയതോ അവരുടെ ഹോസ്പിറ്റലിൽ അവർക്ക് ഓഫർ ലെറ്റർ വന്നതോ ഒന്നും ബാധകമല്ല ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാകാതിരുന്നാൽ. എന്നാൽ വേറെ ചില ഹോസ്പിറ്റലിൽ അഡാപ്റ്റേഷൻ പ്രോഗ്രാം ചെയ്യുന്ന വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. അഡാപ്റ്റേഷനിലും ആപ്റ്റിറ്റ്യൂഡും തമ്മിലുള്ള വ്യത്യാസം ഞാൻ എൻ്റെ ഒരു വ്യൂവിൽ പറയുകയാണെങ്കിൽ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ Day 1 മുതൽ നമുക്ക് സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളുടെ എല്ലാ ക്രിട്ടിക്കൽ സ്കിൽ വിസ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സെറ്റാകും. നമുക്ക് ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ഡേ മുതൽ നഴ്സായിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ അഡാപ്റ്റേഷൻ കഴിയുന്ന ആളുകൾക്ക് ഈ 6 months കഴിഞ്ഞ് മാത്രമേ നമുക്ക് ക്രിട്ടിക്കൽ സ്കിൽ വിസയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇതും അതും തമ്മിലുള്ള ഒരു വ്യത്യാസം. പക്ഷേ കുറേ ആളുകൾക്ക് അഡാപ്റ്റേഷൻ പ്രോഗ്രാമാണ് താല്പര്യം. ബിക്കോസ് ഈ എക്സാമിൻ്റെ സ്ട്രെസ്സും മറ്റു കാര്യങ്ങളുമൊക്കെ സഹിക്കാൻ പറ്റുകയില്ലാത്ത ആളുകൾ അഡാപ്റ്റേഷൻ പ്രോഗ്രാം അതാ ചൂസ് ചെയ്യുന്നത്, അത് നൽകുന്ന ഹോസ്പിറ്റലിലേക്കാണ് ചൂസ് ചെയ്ത് വരുന്നത്. എന്നാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണെങ്കിൽ ആ ഒരു എക്സാമിൻ്റെ ടെൻഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ടെൻഷനുകളൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കേരളത്തിൽ നിന്ന് വരുന്ന ഒരു നഴ്സിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ തന്നെ വർക്ക് ചെയ്ത ആളുകൾക്ക് ഇതൊരു പ്രത്യേക ഒരു ലോകമാണ്. അതെപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മളൊരു കൺട്രി വിട്ട് വേറൊരു കൺട്രിയിലോട്ട് പോവുകയാണെങ്കിൽ അത് വേറൊരു ലോകമാണ്. ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ആളുകളുടെ രീതികൾ ഒക്കെ നമ്മളെ സംബന്ധിച്ച് ഒത്തിരി ഡിഫറെൻ്റാണ്. അതുപോലെ ഇവിടുത്തെ ഫുഡ് ഹാബിറ്റ്, അല്ലെങ്കിൽ ഇവിടുത്തെ വെതറാണ് എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത്. പെട്ടെന്ന് തന്നെ നമ്മൾ ഭയങ്കര കൊടും തണുപ്പിലോട്ട് നമ്മൾ വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ രീതികളുമായിട്ട് നമ്മൾ
വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ലോകം മുഴുവനും ട്രാവൽ ചെയ്ത് അവിടെ എല്ലാം സ്ഥിരതാമസമാക്കുന്ന ആളുകളാണ്. നമ്മളെ സംബന്ധിച്ച് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമല്ല. നമ്മൾ ഏത് സാഹചര്യത്തെയും അക്സെപ്റ്റ് ചെയ്യുകയും അത് ആ ഒരു സാഹചര്യത്തെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് മലയാളികൾ എന്ന് പറയുന്ന ആളുകൾ. പക്ഷേ ഞാൻ പല രാജ്യക്കാരെ കണ്ടതിലും ഞാൻ എപ്പോഴും പറയും, നമ്മൾ മലയാളികളെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുമെങ്കിൽ പോലും മലയാളികളെ പോലെ ഒരു ലൈഫിൽ ഡിസിപ്ലിൻ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ അവർക്കൊരു കാര്യം അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ്. അല്ലാതെ ഏത് കാര്യവും അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇതിലെത്താതെ അവർ കൈവിട്ട് കളിക്കുന്ന ആളുകളല്ല. ഫോർ എക്സാമ്പിൾ, ഇവിടെ അയർലൻഡിൽ വന്നിട്ട് നമ്മൾ ഇപ്പം ആദ്യത്തെ സാലറി മുതൽ നമ്മൾ കുറച്ചാണെങ്കിലും സേവ് ചെയ്ത് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഉള്ള കാര്യങ്ങൾ കാണും. അപ്പോൾ മറ്റ് രാജ്യത്തു നിന്നുള്ളവർ സാധാരണ ചെയ്യുന്ന എന്താ, അവർ ജോലി ചെയ്യുന്നു, ആ പൈസ വെച്ച് അവരെവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നു, അവരുടെ ലൈഫ് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. പക്ഷേ നമ്മുടെ മലയാളി നേഴ്സസിനെ സംബന്ധിച്ച് വലിയ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ വരുന്ന ഡേ മുതൽ, ഇപ്പം മാരീഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അവരുടെ ഹസ്ബൻഡിനെ കൊണ്ടുവരാനായിട്ട്, കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഈ പൈസ സേവ് ചെയ്ത് അവരധികം ചിലവൊന്നും ചെയ്യാതെ ഏറ്റവും ചുരുങ്ങിയ നിലയിൽ ഒരു ചെറിയ റൂം എടുത്ത് താമസിച്ച് ഹസ്ബൻഡും കുഞ്ഞുങ്ങളും വരുന്നത് വരെ അവരുടെ ലൈഫിനെ വളരെയധികം ചുരുക്കി ഒരു സാധനങ്ങളും പ്രത്യേകം വാങ്ങിക്കുകയൊന്നും ചെയ്യാതെ അവരവരുടെ ഫാമിലിയെ ഇവിടെ കൊണ്ടുവരുന്നു. ഫാമിലിയെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ അവരുടെ ചിലവുകൾ അതെല്ലാം ഒന്ന് സെറ്റിലായി കഴിയുമ്പോഴത്തേക്കും അടുത്തതായിട്ട് ഹസ്ബൻഡിന് ജോലി കണ്ടുപിടിക്കുക എന്നൊരു വലിയൊരു സംഭവമുണ്ട്. അത് ഹസ്ബൻഡിനും ജോലിയായി അതെല്ലാം സ്റ്റേബിളായി കഴിയുമ്പോൾ അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് 2 പേർക്കും ജോലിക്ക് പോകാനായിട്ട് ഒരു കാറ് അത് വാങ്ങിക്കുക എന്നുള്ളതാണ്. കാരണം അയർലൻഡിൽ നിന്നല്ല, മറ്റ് നമ്മൾ യൂറോപ്യൻ രാജ്യത്തെ ഒരു കാര്യം പറയാം, ഗൾഫിൽ അത്രയും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഗൾഫിൽ നമുക്ക് വർക്കിന് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഹോസ്പിറ്റലിൽ നിന്നെല്ലാം പിക്ക് ചെയ്യാനായിട്ട് ബസ് വരും. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒരു വലിയ പ്രോബ്ലമല്ല. അതേസമയം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ട്രാൻസ്പോർട്ടേഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്പെഷ്യലി കൗണ്ടികളിൽ പോയി താമസിക്കുന്ന ആളുകൾക്കാണെങ്കിൽ കാറില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അവർക്കൊരു സ്ഥലത്ത് റീച്ച് ആകാൻ. എന്നാൽ ഡബ്ലിനിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് ട്രാൻസ്പോർട്ടേഷൻ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഒരു കാറ് മേടിക്കണം. അപ്പോൾ ഇവിടെ ഒരു കാറ് മേടിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ NCT ടെസ്റ്റ് ചെയ്യണം, അതുപോലെ റോഡ് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യണം, അതിന് ഇൻഷുറൻസ് പേ ചെയ്യണം. അങ്ങനെ ഒരു നല്ലൊരു എമൗണ്ട് നമ്മൾ പോകുന്നു. പ്രത്യേകിച്ച് നമ്മൾ ബിഗിനിങ്ങിൽ നമ്മളൊരു ലേണറായിട്ടായിരിക്കുമല്ലോ ഒരു കാർ മേടിക്കുന്നത്. അപ്പോൾ ഒരു ലേണറായിട്ട് ഈ കാർ മേടിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഷുറൻസും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഇൻഷുറൻസിന് കുറവ് വരികയും അതുപോലെ തന്നെ മുമ്പോട്ട് നമ്മൾ പോകെ ഈ ഇൻഷുറൻസ്, അതായത് നോ ക്ലെയിം, അതായത് നമ്മൾ ഒരു ആക്സിഡൻറ്റും കമ്മിറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഓരോ വർഷം തോറും ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കുറഞ്ഞ് വരികയും അപ്പോൾ നമുക്ക് സ്റ്റേബിൾ ആകാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ കാറെല്ലാം മേടിച്ചു, നമ്മൾ ജോലിയെല്ലാം സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലെല്ലാം ചേർത്ത് നമ്മളൊരു സെറ്റിലാകുമ്പോൾ അടുത്ത നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വന്തമായിട്ട് വീട് മേടിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതൊരു നല്ല ഒരു പെർസെൻറ്റേജ് നമ്മുടെ സാലറിയിൽ നിന്ന് നമ്മൾ തൊടാതെ നമ്മളത് സേവിങ് ആയിട്ട് എല്ലാ മാസവും നമ്മൾ സേവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മോർട്ട്ഗേജ് അല്ലെങ്കിൽ ഹൗസിംഗ് ലോണിൻ്റെ 10% നമ്മളുടെ അക്കൗണ്ടിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഹെൽപ്പ് ടു ബൈ സ്കീം എന്ന് പറയുന്ന മറ്റൊരു സ്കീമും അവൈലബിൾ ആണ്. അതിൻ്റെ കാര്യം ഞാൻ മറ്റൊരു അവസരത്തിൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 10% നമ്മളുടെ സാലറിയിൽ നിന്ന് നമ്മളത് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയ റെൻറ്റിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ബെറ്റർ ആ റെൻറ്റ് നമ്മൾ പേ ചെയ്യുന്നത് നമ്മളുടെ മോർട്ട്ഗേജ് പേയ്മെൻറ്റായിട്ട്, അതായത് ഹൗസിംഗ് ലോണിൻ്റെ റീപേയ്മെൻറ്റായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അല്ലാതെ വെറുതെ റെൻറ്റ് കൊടുത്ത് നമ്മുടെ പൈസ നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ആ പൈസ നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ മുടക്കുകയാണെങ്കിൽ അത് ആ വീട് നമുക്ക് ലേറ്റർ ഓൺ സ്വന്തമാവുകയും ചെയ്യും എന്നുള്ള കാരണത്താൽ ഇവിടെ വന്ന് ആദ്യമേ തന്നെ ആളുകൾ വളരെ വയസ്സായിട്ട് ചിന്തിച്ച് അങ്ങനെ ഒരു വീട് മേടിക്കാനായിട്ട് ട്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീട് മേടിച്ച് ഇതെല്ലാം സെറ്റിലാകുമ്പോൾ തന്നെയാകും ഒരു 4 വർഷം.
അപ്പോൾ ഈ ഒരു 4 വർഷം, അതായത് 3 വർഷം, 3 മുതൽ 4 വർഷത്തിനുള്ളിലാണ് ഇപ്പം പുതുതായിട്ട് വരുന്ന ആളുകളെല്ലാം വീട് മേടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വീട് മേടിക്കുമ്പോൾ പിന്നെ അതിൻ്റെ മോർഗേജ് അതെല്ലാം അടഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ കാറിൻ്റെ എല്ലാം ഈ പൈസ അടഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ വന്ന് നമ്മളൊരു ഏകദേശം ഒരു 5-6 വർഷം കഴിയുമ്പോഴാണ് അയർലൻഡിൽ ഏകദേശം ഒന്ന് നമ്മൾ സെറ്റിലാകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വിചാരിച്ച് നമുക്ക് കുറേ എമൗണ്ട് മാറ്റി വെച്ച് നമ്മുടെ ലൈഫ് ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റും എന്നല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ബാക്കിയുള്ള പൈസയ്ക്ക് വളരെ നല്ല രീതിയിൽ ജീവിതം മാനേജ് ചെയ്യുന്നതാണ് ഇവിടുത്തെ മെജോറിറ്റി ആയിട്ടുള്ള മലയാളികളായ നേഴ്സസ് എവിടെ ചെന്നാലും അവരുടെ ലൈഫിൽ ഒരു സേവിങ് എപ്പോഴും കാണും. അതുപോലെ തന്നെ അവർ ഫാമിലിയെ കൂടുതലും കെയർ ചെയ്യുന്നവരായിട്ടാണ് നമ്മൾ കൂടുതലും കാണുന്നത്. നേഴ്സസ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ കൂടുതലും യൂറോപ്യൻ കൺട്രി ചൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഫാമിലിയെ ഓർത്തിട്ട് മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗൾഫിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നതിലും മണി സേവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പല കാര്യങ്ങളും അത് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. ഫാമിലി ആയിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ കുട്ടികളുടെ മുന്നോട്ടുള്ള അവരുടെ ഫ്യൂച്ചർ വളരെ നല്ലതാകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ കൂടുതലും ഇങ്ങനെ യൂറോപ്യൻ കൺട്രീസ് എല്ലാം ചൂസ് ചെയ്യുന്നതിൻ്റെ കാരണം ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയെ പറ്റി തർക്കം തീർച്ചയായിട്ടുമുണ്ട്. എന്നിരുന്നാൽ പോലും ഇവിടെ പഠിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ഇവിടെ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. ആ ഒരു കാര്യം വെച്ചിട്ടാണ് കൂടുതലും ആളുകൾ ഇങ്ങനെ പല സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോലിക്കായിട്ട് കടന്നു വരുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. ഈവൻ നമുക്കറിയാം കെയറർ വിസ ഓപ്പൺ ചെയ്ത സമയത്ത് OET എല്ലാം ക്ലിയർ ചെയ്യാത്ത നേഴ്സസ് കുറേ ആളുകൾ അവർ ഫാമിലിയെ കൊണ്ടുവരാൻ എന്നുള്ള ഒരു ഇതിലാണ് കൂടുതലും UK, അയർലൻഡ് എന്നീ സ്ഥലങ്ങളിലേക്ക് അവർ എല്ലാം വിട്ടിട്ട് ഓടി വന്നതിൻ്റെ ഒരു കാരണം. അപ്പോൾ അങ്ങനെ ഇവിടെ ജീവിതം കരിപിടിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കൂടുതലും നമ്മുടെ മലയാളികളായ ആളുകളുടെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം. പിന്നെ ഞാനിവിടെ കണ്ടിട്ടുള്ള മലയാളികൾ എല്ലാം തന്നെ എന്ന് പറയാം ആർഭാട ജീവിതം വല്ലാതെ നയിക്കുന്നവരല്ല. എല്ലാവരും ഒരു കയ്യിൽ ഒരു പിടുത്തമുണ്ട് എപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ. അല്ലാതെ മറ്റ് രാജ്യക്കാരെ പോലെ കൈവിട്ട കളി തീർച്ചയായിട്ടുമില്ല. ഓഫ് കോഴ്സ് ലൈഫ് വേണമെങ്കിൽ പോലും നമ്മളുടെ രീതിയിലുള്ള ആ ലൈഫിനോടുള്ള അപ്രോച്ച് ഒത്തിരി ഡിഫറെൻ്റാണ്. നമ്മളെപ്പോഴും നമ്മളുടെ കയ്യിൽ നാളത്തേക്കെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് കരുതാതെ നമ്മൾ ആ പണം കൈവിട്ട് കളിക്കാറില്ല. വളരെ ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ മലയാളി നേഴ്സസിനെ പോലെ ഇത്ര ആത്മാർത്ഥമായിട്ടും ഇത്ര ഹാർഡ് വർക്കും ചെയ്യുന്ന മറ്റൊരു നാഷണാലിറ്റിയും ഇല്ല എന്നുള്ളത് തന്നെ എനിക്ക് പറയാനായിട്ട് പറ്റും. കാരണം ഇവിടെ എല്ലാ രാജ്യക്കാരും ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ മലയാളി നേഴ്സസിനെ സംബന്ധിച്ച് അത് നമ്മുടെ ബ്രോട്ടപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസ് അങ്ങനെ ആയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെയും ഒരു കാര്യവും എന്താ പറയുന്നത്, അവർക്കൊരു ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ബ്ലഡ് എടുക്കാനോ ഒരു കാനുല ഇടാനോ അല്ലെങ്കിൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള ഒരു സ്കില്ലില്ല. പക്ഷേ മലയാളി നേഴ്സസിനെ അവരിപ്പം നമ്മളെ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ചിലപ്പം മറ്റുള്ളവർ നമ്മളെ എന്ത് തന്നെ ക്രിട്ടിസൈസ് ചെയ്താൽ പോലും മലയാളി നേഴ്സസിൻ്റെ വർക്ക് അല്ലെങ്കിൽ സ്കിൽസിനെ പറ്റി ഒരു ഡൗട്ടുമില്ല. അവിടെയാണ് നമ്മൾ പിടിച്ച് കയറി പോകുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. കാരണം അതുപോലെ തന്നെ നമ്മൾ ഒരു പബ്ലിക്കിലും അനാവശ്യമായിട്ട് നമ്മൾ എന്താ പറയുന്നത് വഴക്കുണ്ടാക്കാൻ നടക്കുന്ന ആളുകളല്ല. അല്ലെങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷനെയും അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ വർക്കിന് പോയാലും നമ്മളെല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പം നമ്മുടെ ജോലി കഴിഞ്ഞ് മറ്റുള്ളവർക്കൂടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ളവരാണ്. അപ്പോൾ പല ആളുകളെ കാണുമ്പോഴാണ് നമ്മൾ മലയാളികളുടെ ആ ഒരു വലിയൊരു നല്ല മനോഭാവം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാനൊരു മലയാളി നേഴ്സ് എന്നുള്ള ഒരു രീതിയിൽ ഞാൻ വളരെ വളരെ പ്രൗഡാണ് എപ്പോഴും. എന്നാൽ എക്സെപ്ഷൻസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും അത് വളരെ കുറഞ്ഞ നമ്പർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഒന്ന് വീട്ടിൽ വരും, അല്ലെങ്കിൽ കുട്ടികളെ നോക്കാനായിട്ട് ആളുകളെ എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. എന്നാൽ ഇവിടെ വരുന്ന നേഴ്സസ് അവരുടെ 12 മണിക്കൂറല്ല 14 മണിക്കൂറോളം വേണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് ഒരു ഹാൻഡ് ഓവർ എല്ലാം കഴിഞ്ഞ് ഒരു ഡ്യൂട്ടി ഫിനിഷ് ആകാൻ 13-14 മണിക്കൂർ വേണം എല്ലാവർക്കും. അപ്പോൾ അത്രയും സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ
വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് ഒന്ന് ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ ടൈമിലേ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. മിക്ക ഹോസ്പിറ്റൽസും ഇവിടെ ഭയങ്കര ഹെക്റ്റിക്കാണ്. നന്നായിട്ട് ജോലി ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. പോലത്തെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുമ്പോഴാണേലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. നമുക്കൊന്ന് എന്താ പറയുന്നത്, ഒന്ന് കുഞ്ഞുങ്ങളെ ഒന്ന് മാറിയെടുക്കാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഒന്ന് മറ്റൊരിടത്ത് തേയിപ്പിക്കാനോ ഒന്നും നമുക്ക് സാഹചര്യമില്ല. എല്ലാവരും വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആർക്കും ആരെയും വലിയധികം ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഒരു ക്രഷിലോ എവിടെയെങ്കിലും വിടുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് നല്ല പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് മറ്റ് കൺട്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സസിനേക്കാൾ കൂടുതൽ ജോലിഭാരവും വീട്ടിലെ ജോലികളും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടുതലാണ്. എല്ലാ കാര്യവും ഇവിടെ നമ്മൾ തനിയെ ചെയ്യണം. ആരും നമുക്ക് ഒന്നും ചെയ്തു തരാനായിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു മാർക്കറ്റിൽ പോകണമെങ്കിലോ ഈ ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ള അങ്ങനെ ഒരു ഒതുങ്ങിയ ജീവിതമാണ് ജീവിക്കുന്നത്. കാരണം അങ്ങനെയേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് ആ കുഞ്ഞിനെയുമായിട്ട് മാർക്കറ്റിൽ പോകണം, അല്ലെങ്കിൽ വൈഫിന് ഓഫ് കിട്ടുമ്പോൾ ആ കുഞ്ഞിനെയായിട്ട് മാർക്കറ്റിൽ പോയി വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം തനിയെ മേടിച്ചുകൊണ്ട് വരണം. എന്നിട്ട് പിന്നെ ഈ കുഞ്ഞിനെ വെച്ച് അവർ കുക്ക് ചെയ്യണം. അങ്ങനെ ഉറങ്ങാനായിട്ട് പ്രോപ്പറായിട്ട് സമയം കിട്ടില്ല. അപ്പം നാട്ടിലൊക്കെയാണ് ഈ വീട്ടിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ പേരൻസ് ഒക്കെ ഉള്ള സ്ഥലത്ത് നമുക്കൊന്ന് കൈമാറി എടുക്കാൻ ആളുണ്ട്. നമ്മളൊരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള ഒരു സാഹചര്യം നമുക്ക് മിക്കവർക്കും കിട്ടാറുണ്ട്. പക്ഷേ അതൊക്കെ ഇവിടെ ചെറിയ കുട്ടികളുള്ള ആളുകൾക്കൊന്നും സാധിക്കില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മലയാളീസ് വളരെ അധികം സ്മാർട്ടായിട്ടാണ് ഓരോ വർഷം കഴിയും തോറും വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു ലൈഫിനെ നേരിടാൻ അല്ലെങ്കിൽ ഒരു നല്ല ഒരു പ്രൊഫഷനിൽ അവരെ തന്നെ നല്ല മികച്ച രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് എല്ലാം അവർക്ക് സാധിക്കുന്നു. ഇതിൽ ജോലി ചെയ്യുന്ന മിക്കവാറും നഴ്സസ് ഫാമിലി കുറവുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. മിക്കവരും തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ ഈ ഫാമിലി ആയിട്ട് താമസിക്കുന്നതിൻ്റെ അത്രയും റെസ്പോൺസിബിലിറ്റി ഇല്ല. ജോലി കഴിഞ്ഞു റൂമിൽ വന്നു, അല്ലെങ്കിൽ അവരവർക്കുള്ള ഫുഡ് മാത്രം ഉണ്ടാക്കുക. നമ്മൾ ചെയ്താൽ ചെയ്തു, ചെയ്തില്ലേ ചെയ്താൽ നമ്മുടെ സ്വന്തം കാര്യമായതുകൊണ്ട് നമുക്ക് ടൈം എടുത്ത് എപ്പം വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യം. അതേസമയം നമ്മൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് ഇന്നത്തെ കാര്യം നാളത്തേക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തനിയെ ചെയ്യേണ്ടതായിട്ട് ഉള്ള ഒരവസ്ഥയുണ്ട്. അതുപോലെ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ അവരെ സ്കൂളിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാര്യം. കാരണം ഇവിടെ സ്കൂൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും സ്കൂൾ ഫിനിഷാവും. അപ്പം ഈ നൈറ്റ് കഴിഞ്ഞ് വരുന്ന ഒരു നഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഈ നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് അവർ ഈ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഈ 12 ആകുമ്പോഴത്തേക്ക് ഈ ചെറിയ കുട്ടികളുടെ ക്ലാസ് കഴിയും. അപ്പോൾ ഈ 12 ആകുമ്പോഴേ തന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്ക് ഈ കുഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ കുഞ്ഞിന് കഴിക്കാനുള്ളതും എല്ലാം പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിട്ട് അവർ ആ ഉച്ചവരെ ഉറങ്ങത്തില്ല. അപ്പോൾ കുഞ്ഞുമായിട്ട് വന്നു കഴിഞ്ഞ് ഒന്ന് ഉറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ഉറങ്ങിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആ കൊച്ചു ഓടി നടക്കുകയാണെങ്കിൽ ഈ അമ്മയ്ക്ക് ഉറങ്ങാനും സാധിക്കുകയില്ല. അപ്പോൾ ഡ്യൂട്ടിക്ക് ഉറക്കമില്ലാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ പലവിധ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ നഴ്സസ് ഈ യൂറോപ്യൻ രാജ്യത്ത് വരുന്ന നഴ്സസ് ഒരു എക്സ്ട്രാ ഒരു സ്ട്രോങ് ആകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ മലയാളി നഴ്സസ് എല്ലാവരും വളരെ നന്നായിട്ടാണ് മറ്റ് എല്ലാ രാജ്യങ്ങളിലും ജീവിക്കുന്നത്. മലയാളി നഴ്സസ് ജീവിതം നല്ല രീതിയിലാണ് കെട്ടി ഉയർത്തുന്നത്. ഇതാണ് നമ്മളുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു നഴ്സസിൻ്റെ ലൈഫ്. എന്നിലേക്ക് വരാൻ താല്പര്യമുള്ള നഴ്സസിന് ശരിക്കും ഈ ചെറിയ ഇൻഫർമേഷൻസ് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ.